വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു നാളും കഴിയുന്നതല്ല. പഴയ നിയമത്തിന്റെ പ്രവൃത്തി ചെയ്ത് പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടു. അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ നിലവിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഒരു തെങ്ങിനോട് ചെന്നിട്ട് പറയുകയാണ്, അടുത്ത ആഴ്ചയിൽ നീ മാങ്ങ കായ്ച്ചില്ലെങ്കിൽ നിന്നെ വേരോടെ വെട്ടിക്കളയും. തെങ്ങ് പറയുന്നു, ഞാൻ തീരുമാനിച്ചിട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടോ അല്ല ഞാൻ തെങ്ങായിട്ട് ജനിച്ചത്, ഞാൻ തെങ്ങായിപ്പോയി. ഞാൻ സൃഷ്ടിയിലെ പാപത്തിന് അധീനനായിട്ടാണ് ജനിച്ചത്. കാരണം എൻ്റെ പൂർവ്വ പിതാവായ ആദാം പാപം ചെയ്തതോടുകൂടെ എല്ലാവരും പാപത്തിന് അധീനരായി തീർന്നു. എൻ്റെ സൃഷ്ടിയിലെ ഞാൻ പാപിയായിട്ടാണ് ജനിച്ചത്. എനിക്ക് പാപത്തെ ജയിക്കാൻ എൻ്റെ ഉള്ളിൽ തന്നെ കഴിവില്ല. യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറയുകയാണ്, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമെല്ലാം വെട്ടിക്കളയുമെന്നല്ല, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടിത്താഴെയിടും. കാട്ടൊലിവായ വൃക്ഷം പറയുന്നത്, കാട്ടൊലിവായിട്ട് ജനിച്ചു പോയി, നല്ല ഒലിവ് കായ്ക്കാൻ എനിക്ക് കഴിവില്ല. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ മഹത്വം. സുവിശേഷം നിന്റെ പ്രവൃത്തിയെ അല്ല മാറ്റുന്നത്, സുവിശേഷം നിന്നെ മാറ്റും. സുവിശേഷം നിന്റെ ജീവിതക്രമത്തെ അല്ല, നിന്റെ താടിയും മീശയും വടിപ്പിച്ച് നിന്നെ ക്ലീൻ ഷേവ് ആക്കുന്നിടത്ത് തീരുന്നതല്ല പുതിയ നിയമം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.